കഴിഞ്ഞ ദിവസം കൊൽക്കത്ത വിമാനത്താവളത്തിൽ വെച്ച് ഒരു അമേരിക്കൻ പൗരനെയും 6 യുക്രൈനിയൻ പൗരന്മാരെയും എൻഐഎ പിടികൂടിയിരുന്നു. അമേരിക്കൻ പൗരനായ മാത്യു വാൻ ഡൈക്കും ഇയാളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന യുക്രൈനിയൻ സംഘത്തിലെ 6 പേരെയുമാണ് ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയത്. യുക്രൈനിയൻ സംഘത്തിലെ 3 പേരെ ലക്നൌവിൽ നിന്നും ബാക്കി 3 പേരെ ഡൽഹിയിൽ നിന്നുമാണ് പിടികൂടിയത്. നിലവിൽ ഇവരെ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കി 11 ദിവസത്തെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മാത്യു വാൻ ഡൈക്ക് ഇപ്പോൾ തിഹാർ ജയിലിലാണ്. UAPA സെക്ഷൻ 18 പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഗൂഢാലോചനകളാണ് ഇവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ തകർക്കാൻ അമേരിക്ക പദ്ധതിയിട്ടതിന്റെ ഭാഗമായാണ് സംഘം ഇന്ത്യയിൽ എത്തിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ഫെയർ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചതിനാണ് സംഘം എൻഐഎയുടെ പിടിയിലായത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തികളിൽ സായുധ കലാപം നടത്തുന്ന ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ച് അവർക്ക് അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ കൈമാറുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ദൗത്യം. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയ ഈ സംഘം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മിസോറാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ നിന്ന് നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് ഇവർ മ്യാൻമറിലേക്ക് പോവുകയായിരുന്നു. യൂറോപ്പിൽ നിന്ന് എത്തിച്ച ഡ്രോണുകളുടെ വലിയൊരു ശേഖരം മ്യാൻമർ വഴി ഇന്ത്യയിൽ എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശം. അസം, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയവർ അവിടെ നിന്ന് പ്രത്യേക അനുമതികളില്ലാതെ അതിർത്തി കടന്ന് മ്യാൻമറിലെ കാടുകളിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള എത്നിക് മിലീഷ്യ ഗ്രൂപ്പുകളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. മ്യാൻമർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ വിമത ഗ്രൂപ്പുകൾക്ക് ആയുധ പരിശീലനം നൽകുന്നതിനൊപ്പം മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കലാപം വ്യാപിപ്പിക്കാനുള്ള തന്ത്രങ്ങളും ഇവർ ഉപദേശിച്ചു നൽകി. ശേഷം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ഒരു ബഫർ സോൺ സൃഷ്ടിച്ച് അവിടെ വിദേശ ശക്തികൾക്ക് സ്വാധീനമുള്ള ഒരു മേഖല രൂപീകരിക്കുക എന്നതായിരുന്നു ഈ ഗൂഢാലോചനയുടെ അന്തിമ ലക്ഷ്യം. പിടിയിലായ മാത്യു വാൻ ഡൈക്ക് എന്ന 46 വയസ്സുകാരൻ ഇതിനു മുൻപും സമാനമായ അട്ടിമറികൾ മറ്റ് രാജ്യങ്ങളിൽ നടത്തിയ വ്യക്തിയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യുമായി അടുത്ത ബന്ധമുള്ള ഇയാൾ ലിബിയയിലും സിറിയയിലും ഇറാഖിലും ഭരണകൂട വിരുദ്ധർക്ക് ആയുധ പരിശീലനം നൽകിയ ചരിത്രമുള്ള കൂലിപ്പടയാളിയാണ്. ഇയാൾ രൂപീകരിച്ച സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ മറവിലാണ് ഇത്തരം സൈനിക പരിശീലനങ്ങൾ നൽകുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂപ്രകൃതി ഡ്രോൺ യുദ്ധത്തിന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയാണ് ഇയാൾ ഈ പ്രദേശം തെരഞ്ഞെടുത്തിരിക്കുന്നത്. മണിപ്പൂരിൽ അടുത്ത കാലത്തായി ഉണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ ഈ സംഘത്തിന് നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യമാണ് NIA പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇവർ കൈവശം വെച്ചിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് അതിർത്തി മേഖലയിലെ തന്ത്രപ്രധാനമായ മാപ്പുകളും സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചതായാണ് സൂചന. ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയെ ലക്ഷ്യം വെച്ച് രാജ്യത്തെ മുറിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ ഏജൻസികളുടെ ചാവേറുകളെയാണ് ഇവർ പ്രവർത്തിച്ചത്. ഈ അറസ്റ്റിനെ തുടർന്ന് അമേരിക്കയും യുക്രൈനും വലിയ തോതിലുള്ള നയതന്ത്ര സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മേൽ ചെലുത്തുന്നത്. വാൻ ഡൈക്കിന്റെ മോചനത്തിനായി അമേരിക്കൻ എംബസി രംഗത്തെത്തിയപ്പോൾ യുക്രൈനിയൻ എംബസി ഇന്ത്യയുടെ നടപടിയെ പരസ്യമായി ചോദ്യം ചെയ്തു. ഇത് ഇന്ത്യ യുക്രൈൻ ബന്ധത്തെ ബാധിക്കുമെന്ന ഭീഷണി വരെ അവർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി രാജ്യത്തിനകത്ത് സായുധ വിപ്ലവത്തിന് വിദേശികൾ പരിശീലനം നൽകുന്നത് അനുവദിക്കാനാവില്ലെന്ന കർശന നിലപാടിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും NIA-യും. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്നപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തന്നെ പുറത്താക്കിയത് CIA ആണെന്നും അവരുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യ ആയിരിക്കുമെന്നും അവർ കൃത്യമായ മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ തങ്ങളുടെ സൈനിക താവളം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്ക അതിനെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മാത്യു വാൻ ഡൈക്കിനെ പോലെയുള്ള ചാരന്മാരെ ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മ്യാൻമറിലെ വിമതരെ സഹായിക്കുന്നതിലൂടെ ഇന്ത്യയുടെ അതിർത്തികളിൽ നിരന്തരമായ സംഘർഷം നിലനിർത്തുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ കാതൽ. ഇറാഖിലും സിറിയയിലും പയറ്റിയ അതേ തന്ത്രം ഇന്ത്യയിലും നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിച്ചത്. ബംഗ്ലാദേശ് മോഡലിലോ വെനസ്വല മോഡലിലോ ഇന്ത്യയിൽ ഒരു ഭരണകൂട അട്ടിമറിക്ക് അമേരിക്കൻ ശക്തികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന സംശയം മാത്യു വാൻ ഡൈക്കിന്റെ അറസ്റ്റോടെ ശക്തമായിരിക്കുകയാണ്. റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങളെ തകർക്കുക എന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം മ്യാൻമർ വഴിയുള്ള ഈ നീക്കങ്ങളെന്നും കരുതപ്പെടുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്രമായ വിദേശ നയങ്ങളെയും തടയാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ താൽപര്യങ്ങളാണ് ഇതിന് പിന്നിലെന്ന് വേണം വിലയിരുത്താൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തായ ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചാരന്മാരെ വിട്ടുകൊടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ പറയും, ഇന്ധനം എത്ര എടുക്കാമെന്നും ഞാൻ പറയും. അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശം തരുന്ന ട്രംപിന് മുന്നിൽ ഒരിക്കൽ കൂടി മോദി സാഷ്ടാംഗം പ്രണമിക്കുമോ എന്ന് കണ്ടറിയണം.